സന്തോഷം അവനെൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനെൻ ബലം, അവനെൻ്റെ സംഗീതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ, അവനെൻ്റെ സംഗീതം വിശ്രമം നാൾ തോറും, അവനെൻ്റെ സർവവുമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് ബെത്സൈദ മിനിസ്ട്രിയിൽ പറഞ്ഞ ഒരു വചനത്തിൻ്റെ ഒരു ചുരുക്കം, രത്നച്ചുരുക്കമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബെത്സൈദ മിനിസ്ട്രിയിലെ ആൻറ്റി വചനം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, കർത്താവേ ഞാൻ എന്താണ് പറയേണ്ടത്? ഇന്ന് രാവിലെ അതിനുള്ളൊരു ഉത്തരമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് ഉള്ളൊരു വചനമാണ് പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചത്. ഹല്ലേലൂയ. എനിക്കിന്ന് നിങ്ങളോട് പറയുവാനുള്ളത്, എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പീൻസ് 4:4 പറഞ്ഞതാണ്. ഈ പറഞ്ഞ ആള് നല്ല അവസരങ്ങളിലൊന്നും ആയിരുന്നില്ല. എപ്പോഴും ലോകപരമായിട്ട് സന്തോഷിപ്പാനൊന്നും പൗലോസ് അപ്പോസ്തലന് കഴിയുമായിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ പൗലോസ് അപ്പോസ്തലന് ഒരു സന്തോഷമുണ്ടായിരുന്നു, കർത്താവിൻ്റെ സന്തോഷം. ഹല്ലേലൂയ. അതിനാൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ സാഹചര്യങ്ങൾ മോശമായിരിക്കും, നിന്റെ അവസരങ്ങളൊന്നും നല്ലതായിരിക്കത്തില്ല. എന്നാൽ ദൈവവചനം നിന്നോട് ആഹ്വാനം ചെയ്യുകയാണ്, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. എവിടെ സന്തോഷിക്കണം? കർത്താവിൽ സന്തോഷിക്കണം. നിന്റെ അവസ്ഥകളെ ഓർത്തല്ല സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങളെ ഓർത്തല്ല സന്തോഷിക്കേണ്ടത്, കർത്താവിൽ സന്തോഷിക്കണം. നമ്മൾ പലപ്പോഴും ആഘോഷങ്ങളുണ്ടെങ്കിലോ, വെളിയിൽ നിന്ന് എന്തെങ്കിലും ഒന്നിച്ചു പോയിരുന്ന ഒരു ഫുഡ് കഴിക്കുമ്പോഴോ, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ജയം വരുമ്പോഴോ, ഏതെങ്കിലും ഓവർകം ചെയ്യുമ്പോഴോ, ഒരു നന്മ വരുമ്പോഴോ, നല്ല വാർത്തകളൊക്കെ കേൾക്കുമ്പോഴോ ഒക്കെ നമുക്ക് സന്തോഷം വരും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഈ ലോകത്തിൽ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് നല്ല വാർത്തകൾ ലഭിക്കുമോ? പലപ്പോഴും നമ്മൾ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കും, പലപ്പോഴും ലോകപരമായിട്ട് ജോലികളൊക്കെ ചെയ്ത് സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നിരിക്കാം. അപ്പോഴൊക്കെ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് പറ്റുമോ? ഹല്ലേലൂയ, പറ്റണം. ഹല്ലേലൂയ. കാരണം ലോകത്തിലുള്ള നമ്മുടെ ജയമോ, നമ്മുടെ ഓവർകം ചെയ്യുന്നതോ, നല്ല വാർത്തകളോ കേട്ട് സന്തോഷിക്കണമെന്നല്ല കർത്താവ് പറയുന്നത്, കർത്താവിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഈ പൗലോസ് അപ്പോസ്തലൻ തടവറയിൽ കിടന്ന് അനേകം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും കടലിൻ്റെ അവസ്ഥയിലും, നമുക്കറിയാം കപ്പൽ ഛേദങ്ങളെ പറ്റിയൊക്കെ അറിയാം, ദ്വീപിൽപ്പെട്ടിട്ട് അണലി കടിച്ചതും നമുക്കറിയാം. അപ്പോഴേക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലും നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയ ഒരു അപ്പോസ്തലൻ പറയുകയാണ്, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. ആ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ എവിടെയായിരുന്നു സന്തോഷം? കർത്താവിലായിരുന്നു. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ കൃപയാണ്. നമ്മൾ ഓർക്കും എല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷിക്കുവാൻ പറ്റത്തുള്ളെന്ന്. അല്ല, എല്ലാം ലഭിച്ചിട്ട് നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലോകത്തിൽ ഒരുപാട് പ്രഭുക്കന്മാരുണ്ട്, ഒരുപാട് രാജാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ അടുത്ത് ചെന്ന് നോക്കുമ്പോഴറിയാം അവരുടെ സ്ട്രെസ്സ്, അവരുടെ വേദനകൾ, അവരുടെ ഭാരങ്ങൾ നമ്മളെക്കാട്ടിൽ വലുതാണെന്ന് അവരോട് നമ്മൾ അടുത്തറിയുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അതിനാൽ പ്രിയ ദൈവ പൈതലേ, ദുഃഖത്തിൽ നിനക്ക് സന്തോഷിക്കുവാൻ പറ്റും, നിനക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, എപ്പോഴും സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. ദുഃഖത്തിൽ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നെനിക്ക് ആ വചനത്തിലെ കർത്താവ് തന്ന ദൈവത്തിൻ്റെ വചനമാണ്, ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. ഹല്ലേലൂയ, സ്തോത്രം. നെഹമ്യായ 8:10 ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. സന്തോഷം, ദൈവത്തിൻ്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അവിടെ നമുക്കറിയാം യെരുശലേമിൻ്റെ മതിലുകൾ ഇടിഞ്ഞു കടന്നിരുന്നു. അവിടെ മതിലുകളൊക്കെ കെട്ടിയതിന് ശേഷം എസ്രാ പുരോഹിതനും 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം മതിലുകളെല്ലാം പണിത് കഴിഞ്ഞു. 8-ാം വാക്യത്തിൽ എസ്രാ പുരോഹിതനും നെഹമ്യാവും ലേവ്യരും എല്ലാവരും കൂടി രാവിലെ തൊട്ട് വയ്യോളം ഒരു വചനം ധ്യാനിച്ച് അതിനെ വ്യാഖ്യാനിച്ച് പഠിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ദൈവമക്കളോട് പറയുകയാണ്, അവിടുത്തെ ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ്, എസ്രാ 7-ാം അധ്യായം 8-ാം വാക്യത്തിൽ, നിങ്ങളെ ഇനി പോയിട്ട് റെസ്റ്റ് എടുത്തോ, നിങ്ങൾ നല്ലവണ്ണം കഴിച്ച് കുടിച്ച് അത് ഉണ്ടാക്കാത്തവർക്കും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ പോയി സന്തോഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഹല്ലേലൂയ. യു ഡു നോട്ട് വറി. കർത്താവിൽ സന്തോഷിക്കണം. ഇത് ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസമാണ്. അതിനാൽ
ജോയ് ഓഫ് ദ ലോർഡ് ഈസ് അവർ സ്ട്രെങ്ത്. ഹാലലുയ്യ. കർത്താവ് സന്തോഷിക്കുകയാണ്. യെരുശലേമിൻ്റെ മതിലുകൾ പണിതു. ഹാലലുയ്യ. അതാണ് കർത്താവിൻ്റെ സന്തോഷം. നാം ഓരോരുത്തരും സ്വർഗരാജ്യത്തിലെത്തുക എന്നുള്ളതാണ് കർത്താവിൻ്റെ സന്തോഷം. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പല അത്ഭുതങ്ങൾ നടന്നു. രോഗികൾ സൗഖ്യമായി, ഭൂതങ്ങൾ വിട്ടോടി, ആഹാരം വേണ്ടിയവർക്ക് ഒരുപാട് ആഹാരം കൊടുത്ത് പല കൊട്ടകളും വട്ടികളും ഒക്കെ നിറച്ചെടുത്തു. ഹാലലുയ്യ. സ്തോത്രം. കർത്താവിനാൽ കഴിയാത്തത് ഒന്നുമില്ല. എന്നാൽ കർത്താവിൻ്റെ പ്രസംഗം എന്തായിരുന്നു? ദൈവരാജ്യത്തെ പറ്റിയായിരുന്നു പ്രസംഗം. ഹാലലുയ്യ. ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവരാജ്യത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ തരുവാനും നമ്മളെ ഓരോരുത്തരും അതിലും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളിലാകുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. ഹാലലുയ്യ. അതാണ് കർത്താവിൻ സന്തോഷം, അതാണ് എൻ്റെ ബലം. ഹാലലുയ്യ. ജോയ് ഓഫ് ദ ലോർഡ് ഇസ് അവർ സ്ട്രെങ്ത്. ഹാലലുയ്യ. സ്തോത്രം. നെഹമ്യാവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ദിവസമാണ്. ഇത് യഹോവയുടെ വിശുദ്ധ ദിവസം. ഹാലലുയ്യ. അതിനാൽ സന്തോഷിക്കണം. നമ്മൾ ദുഃഖിക്കേണ്ടവരല്ല, സങ്കടപ്പെടേണ്ടവരല്ല, നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. ഹാലലുയ്യ. എങ്ങനെ സന്തോഷിക്കണം? നമ്മൾ നമ്മുടെ ദുഃഖ ദിവസങ്ങളിൽ നമ്മുടെ സങ്കടമുള്ള വരുന്ന ആ അവസ്ഥകളെ വെച്ചിട്ട് കർത്താവിൽ സന്തോഷിക്കണം. അതിനു വേണ്ടിയിട്ട് സ്തോത്രം പറയണം. ഹാലലുയ്യ. സ്തോത്രം. സ്തോത്രം. ഒരു അപ്പോസ്തലന്മാർക്ക് ജയിലറിയിൽ കിടന്ന് കൈകൾ കെട്ടി കാലുകൾ ആമത്തിലിട്ടുകൊണ്ട് സ്തോത്രം പറയാൻ കഴിഞ്ഞുവെങ്കിൽ അത്രയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾക്ക് ആർക്കും വന്നിട്ടില്ലല്ലോ. സ്തോത്രം പറയണം. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം പറയുക. നീ വിടുവിക്കപ്പെടും. കർത്താവിനെ സ്തുതിക്കുക, സന്തോഷത്തോടു കൂടി സ്തുതിക്കുക. കരഞ്ഞ് ദുഃഖിച്ച് പിറുപിറുത്ത് വേണ്ടാത്ത ശാപവാക്കുകളും പറഞ്ഞല്ല കർത്താവിനെ സ്തുതിക്കേണ്ടത്. കർത്താവെ, നീ എനിക്ക് തന്നതിനായി സ്തോത്രം, എൻ്റെ രോഗം വിടുതൽ തന്നതിനായി സ്തോത്രം, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിടുവിച്ചതിനായി സ്തോത്രം എന്ന് പറയുക. കർത്താവ് എങ്ങനെയും ചെയ്യും. ഹാലലുയ്യ. സ്തോത്രം. അതുപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിലെ ഒരു പ്രവാചകനെ നമുക്കറിയാം, ഏലിയ പ്രവാചകൻ. എനിക്ക് ഒത്തിരിയും ഇഷ്ടമുള്ള ഒരു പ്രവാചകനാണ്. ഹാലലുയ്യ. ഭയങ്കര ശക്തനായിരുന്നു. ഹാലലുയ്യ. സ്തോത്രം. ധൈര്യമുള്ള ഒരു പ്രവാചകനായിരുന്നു. ധൈര്യത്തിൻ്റെ ആത്മാവ് ആ പ്രവാചകനിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും പലർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ ഭയങ്കര ഭയമാണ്. ഹാലലുയ്യ. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ശക്തിയുടെ ആത്മാവാണ്. അത് നമ്മെ ശക്തിയോടുകൂടി നടത്തും. രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറിയിട്ട് ഹാലലുയ്യ യഹോവയുടെ അരുളപ്പാടുകൾ ആഹാബ് രാജാവിന് കൊടുത്ത പ്രവാചകൻ. ഹാലലുയ്യ. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ പ്രവാചകനോട് ദൈവത്തിൻ്റെ അരുളപ്പാട്, വേർഡ് ഓഫ് ഗോഡ് പറയുകയാണ്, നിന്നെ പുലർത്തുവാൻ സറാഫത്തിലെ വിധവയെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു, ഞാൻ അവളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഏലിയാവിന് ഒരു ആവശ്യമുണ്ടായിരുന്നു, അത് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുപോലെ തന്നെ സറാഫത്തിലെ വിധവയ്ക്കും അവിടെ ആവശ്യമുണ്ട്. സറാഫത്തിലെ വിധവ ഒരു ദൈവദാസൻ്റെ ഭാര്യയും കുഞ്ഞുമാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ ദൈവം അവർ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിരിക്കും. അവരുടെ വേദനകൾ പ്രാർത്ഥിക്കാതെ തന്നെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവരെ തമ്മിക്കൂടി കണക്ട് ചെയ്യാണ്. ഈ 2 ആവശ്യങ്ങളെയും ഗോഡ് ഇസ് കണക്റ്റിംഗ് ടുഗെദർ. ഹാലലുയ്യ. ഏലിയ പ്രവാചകനോട് പറയുകയാണ്, നിന്നെ പുലർത്തുവാൻ സറാഫത്തിലെ വിധവയെ ആക്കി വെച്ചിരിക്കുകയാണ്. ഹാലലുയ്യ. നമുക്ക് ചിന്തിക്കുവാൻ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യമല്ലേ. ഹാലലുയ്യ. മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അന്നത്തെ കാലത്ത് വിധവ എന്ന് പറയുമ്പോൾ അവർക്ക് റിസോഴ്സസ് ഒക്കെ കുറവാണ്. അവർ ജോലി ചെയ്യുന്നൊന്നും ഉണ്ടായിരിക്കില്ല. ഹസ്ബൻഡ്മാരെ ആശ്രയിച്ചാണ് അന്നത്തെ സ്ത്രീകൾ കൂടുതലും ജീവിച്ചിരുന്നുകൊണ്ടിരുന്നത്. അതിനാൽ ഒരു വിധവയാണ് ഏലിയാവിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ലോകത്തെല്ലാം ഉണ്ടാക്കിയവനായ കർത്താവിന് അല്ലെങ്കിൽ ഒരു വിധവയെ ഉള്ളായിരുന്നോ? ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൽ നിന്ന് നിനക്ക് കണ്ട കുറേ ലോറി കണക്ക് സാധനങ്ങൾ കൊടുത്തു വരുന്നു എന്ന് ഏലിയാവിനോട് പറയാമായിരുന്നല്ലോ. അല്ല എങ്കിൽ വലിയ രാജാക്കന്മാർ, വലിയ പ്രഭുക്കന്മാർ നിനക്കിപ്പോൾ കൊണ്ടുതരും, നിനക്ക് വലിയ രാജകൊട്ടാരങ്ങൾ ഉണ്ടാക്കിത്തരും, നിന്നെ വലിയ ആഡംബര കാറിൽ വന്നൊന്ന് നിന്നെ കൊണ്ടുപോകും. അതാണോ ദൈവം ഒരുക്കി വെച്ചത്? ദൈവം ഒരുക്കി വെച്ചേക്കുന്നുണ്ട് ഇത് ഒരു വിധവേ. ഹാലലുയ്യ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. അത് തന്നെയല്ല സറാഫത്തിലെ വിധയ്ക്ക് ഒന്നുമില്ലാത്തത്. അവൾക്കും അവളുടെ മോനും ഒന്നുമില്ലാന്ന് ദൈവം കണ്ടു. അവർ 2 അപ്പം കഴിച്ചിട്ട് മരിക്കുവാനിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹാലലുയ്യ. എന്ത് വിചിത്രമാണല്ലേ. എന്നാൽ ഏലിയാവിനറിയാം, അവൻ വിശ്വസിച്ച ദൈവം ആരാണെന്ന്. മഹത്വം കണ്ട ഏലിയാവാണ്. ഹാലലുയ്യ. സ്തോത്രം. അതിനാൽ ഏലിയാവ് ദൈവം പറഞ്ഞത് അതേപോലെ ആ കൽപ്പനയെ അനുസരിച്ചു. പ്രിയ ദൈവപൈതലേ, ഇന്ന് വിശ്വസിക്കാമോ? ഇന്നൊന്ന് അനുസരിക്കാമോ? നിന്റെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമല്ല. മാനുഷിക ബുദ്ധികളെ മനസ്സിലാക്കണ്ട, മാനുഷിക ബുദ്ധികളോട് കൂടെ ചേർന്ന് നടക്കണ്ട. നാം ചിന്തിച്ച പലതും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കുവാനുള്ള ഒരു വിസ്ഡം ഒന്നും ഒരു മനുഷ്യനും ദൈവം കൊടുത്തിട്ടില്ല. ദൈവം അതുപോലെ വലിയവനാണ്. ഹാലലുയ്യ. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കാൻ, കണ്ണടച്ച് ആശ്രയിക്കാൻ ബുദ്ധിക്ക് നിരക്കാത്ത വൻ കാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹാലലുയ്യ. സ്തോത്രം.
ഇതാ ഒരു വിധവയുടെ അടുത്തേക്ക്, തന്നെ പുലർത്തുവാൻ വേണ്ടി ഒന്നുമില്ലാത്ത വിധവയുടെ അടുത്തേക്ക് ഏലിയാവ് പോവുകയാണ്. കാരണം ദൈവമാണ് പറഞ്ഞത് ആരാണെന്ന് ഏലിയാവിന് നല്ലവണ്ണം അറിയാമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വിധവയുടെ അടുത്ത് ഏലിയാവ് ചെന്നു. ഹല്ലേലൂയ, അവിടെ പറഞ്ഞത് ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ ചെന്നിട്ട് ഏലിയാവ് പറയുന്നു, എനിക്ക് അല്പം വെള്ളം വേണം. വെള്ളമെടുക്കാൻ പോയ വിധവയോട് പറയുകയാണ്, ഒരു കഷണം അപ്പവും കൂടെ തരണം. അപ്പോൾ വിധവ പറയുന്നുണ്ട്, എനിക്ക് ഞങ്ങൾ ഉള്ളത് കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഏലിയാവിന് തോന്നാമല്ലോ, കൽപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഈ വിധവയ്ക്കൊന്നും അറിയത്തില്ല. വിധവയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ ഏലിയാവിനെ വെൽക്കം ചെയ്തേനെ, അപ്പവും വെള്ളവും ഒക്കെ ആയിട്ട് വിധവ വെൽക്കം ചെയ്തേനെ. അങ്ങനെ ഒരു വെൽക്കം ഒന്നും കണ്ടില്ല. അപ്പോൾ ചിന്തിച്ചില്ലല്ലോ, കർത്താവ് പറഞ്ഞില്ലേ, എന്തുകൊണ്ട് ഇത് നടന്നില്ല? കർത്താവ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ വിടുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞവൻ വാക്കു മാറാത്തവനെന്ന് ഏലിയാവ് വിശ്വസിച്ചു. അതുകൊണ്ട് പറയുകയാണ്, നീ ആദ്യം എനിക്ക് കൊണ്ടുപോവാ, എന്നിട്ട് നീ ഭക്ഷിച്ചാൽ മതി. കാരണം ഏലിയാവിനറിയാം, എന്നാൽ മാത്രമേ അവിടെ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. മാനുഷികമായിട്ട് നോക്കിയാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് വലിയവരൊക്കെ കഴിച്ചാൽ മതി എന്ന്, അത് മാനുഷിക കൽപ്പന. ഇവിടെ പോളിസി വേറെയാ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണ്. ഹല്ലേലൂയ. ഏലിയാവ് പറയുക, നീ ആദ്യം എനിക്ക് കൊണ്ടുപോവാ. നിനക്കില്ലാത്തത് എന്താണ്? നിന്റെ ഡെഫിഷ്യൻസി എന്താണ്? അവൾക്കില്ലാത്ത ആഹാരമായിരുന്നു. അവൾ അവിടെ മരിക്കുവാൻ പോവുകയാണ്, ഉള്ളത് കഴിച്ചിട്ട് മരിക്കുവാൻ പോവുകയാണ്. അവൾക്കില്ല, അവൾ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടിലാണ്. ഹല്ലേലൂയ, അത് അവിടെ കൊണ്ടുവാ. ഹല്ലേലൂയ, ദൈവനിയോഗപ്രകാരമാണ് ഏലിയാവ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാം, എന്തൊരു വിചിത്രമായ കാര്യങ്ങളൊക്കെയാണ്. ഒരു വലിയ ദൈവദാസന് ഒരു കുഞ്ഞിന് പോലും കൊടുക്കാതെ അവനുള്ളതും കൂടി തരുവാൻ തിന്നുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഏലിയാവിന് അറിയാം, അവൻ അത് പറയാതെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കത്തില്ല. ഹല്ലേലൂയ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒബേ ഗോഡ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അവൾ കൊണ്ടു കൊടുക്കുന്നു. അവളുടെ ഭാരണികൾ നിറയുന്നു, അവളുടെ കലത്ത് നിറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇന്ന് പ്രിയ ദൈവ പൈതലേ, എവിടെയാണ് നമ്മളുടെ ഡെഫിഷ്യൻസി, എവിടെയാണ് വീക്ക്നെസ്, അത് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക. ഹല്ലേലൂയ. ഒന്നും നോക്കണ്ട, മറു ചോദ്യം ചോദിക്കണ്ട. ഹല്ലേലൂയ, ഇത് പച്ചവെള്ളമാണല്ലോ, ഇതെങ്ങനെ വീഞ്ഞാകുമെന്ന് ചോദിക്കണ്ട. ഇത് കൽഫരണിൽ ഇത്രയും പച്ചവെള്ളം നിറയ്ക്കുന്നതിന് അത് കഴുകിയതാണ്, കഴുകാത്തതാണോ? ഹല്ലേലൂയ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. അവൻ കൽപ്പിച്ചത് അങ്ങ് ചെയ്താൽ മതി. ദൈവത്തിൻ്റെ അമ്മ പറഞ്ഞത്, യേശുവിൻ്റെ അമ്മ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് തന്നെ ചെയ്യുക. ഹല്ലേലൂയ. അത് മണ്ണാണല്ലോ, ഈ മണ്ണ് കൊണ്ട് സൗഖ്യമാകുമോ എന്ന് ചിന്തിക്കേണ്ട. അത് സൗഖ്യമാകും, വിശ്വാസത്തിൽ അത് സൗഖ്യമാകും. കാക്കയാണല്ലോ, കാക്ക എങ്ങനെ അപ്പവും വെള്ളവും അപ്പവും ഇറച്ചിയൊക്കെ കൊണ്ടുതരും? ഹല്ലേലൂയ. അതെ, ലോകപ്രകാരം ചിന്തിച്ചാലേ ഒരു കാക്കയും നിനക്ക് കൊണ്ടുതരത്തില്ല. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്നാൽ ഏത് കാക്കയും കൊണ്ടുതരും, ഏത് പച്ചവെള്ളവും. ഹല്ലേലൂയ. പോഷിപ്പിക്കത്തക്കവണ്ണം ഹല്ലേലൂയ മേത്തരമായ വീഞ്ഞാക്കി, മേത്തരമായ ഒരു ലൈഫാക്കി മാറ്റും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, സകലതും അതോടുകൂടി വന്നു ചേരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവിശ്വസിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. വിധവയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിപ്പിച്ച ദൈവം, ഹല്ലേലൂയ, പോഷിപ്പിച്ച ദൈവം, പുലർത്തിയ ദൈവം ഇന്ന് നമ്മളെ കരുതുവാൻ ആ കരം ശക്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവൻ തൻ്റെ മഹത്വം ഒരുത്തനും വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ സ്തുതി മറ്റൊരുത്തനും ഒരു വിഗ്രഹത്തിനും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമക്കളെ യേശു കർത്താവിൻ്റെ കാര്യങ്ങളിൽ തരുന്നു. അവർക്ക് എവിടെയെല്ലാം വീക്ക്നെസ് ഉണ്ടോ കർത്താവേ, അവിടുന്ന് നിറച്ചു കൊടുക്കുവാൻ അവിടുത്തെ കരം ഉന്നതമാകിയാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേൾക്കുന്ന മക്കളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇല്ലായ്മയിൽ ആ വലിയ കരം നീട്ടി കർത്താവെ സ്തുതിക്കുന്നു. ഇല്ലായ്മകളെ പോരായ്മകളെ നികത്തി കൊടുക്കാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.